ജയിലർ 2വിന്റെ റിലീസ് തീയതി അനൗൺസ്മെന്റ് വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മുതൽ ഈ സിനിമയെ സംബന്ധിച്ച് ചർച്ചകൾ സജീവമാണ്. ഒരുപാട് മലയാളി താരങ്ങൾ അഭിനയിക്കുന്ന സിനിമയാണ് ജയിലർ 2. ആദ്യ ഭാഗത്തിൽ ശക്തമായ വില്ലൻ കഥാപാത്രമായി വിനായകനെത്തി. ഫസ്റ്റ് ടൈമാണ് എന്റെ ജീവിതത്തിൽ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണത്. ക്യാമിയോ വേഷത്തിൽ മോഹൻലാലും തിളങ്ങി. രണ്ടാം ഭാഗത്തിൽ ജയിലർ 1നെ അപേക്ഷിച്ച് കൂടുതൽ മലയാളി താരങ്ങൾ എത്തുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. റിലീസ് തീയതി അനൗൺസ്മെന്റ് വീഡിയോയിൽ അത് വെളിവാകുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയിലെ ജയിലറിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചർച്ചകളിൽ പ്രധാനമായി വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സുരാജിന്റെ കണ്ണുകളുടെ ദൃശ്യം. സുരാജിന്റെ പ്രസൻസ് ടീസറിലുള്ളത് കണ്ണുകൾ കൊണ്ട് മാത്രമാണ്. പക്ഷേ അത് വളരെ ഇമ്പാക്റ്റുള്ള ഒരു നോട്ടമാണ്. ഒരുപാട് കാര്യങ്ങൾ ആ കഥാപാത്രത്തിന് ചെയ്യാനുണ്ടെന്ന് വിളിച്ചു പറയുന്ന തരത്തിലുള്ള ഒരു വിഷ്വലാണത്. ജയിലറിൽ മലയാളത്തിൽ നിന്ന് വിനായകനാണ് രജനീകാന്തിന് എതിരാളിയായി വന്നതെങ്കിൽ ജയിലർ 2വിൽ സുരാജ് ആയിരിക്കും രജനിക്കൊത്ത എതിരാളിയെന്നാണ് പലരുടെയും കണക്കുകൂട്ടൽ. ആഴത്തിലുള്ള നിഗൂഢത ഒളിപ്പിച്ച സുരാജിന്റെ കണ്ണുകളിലെ ആ തീവ്രത അത് ശരിവയ്ക്കുന്നുമുണ്ട്. ഇനി വർമ്മനു വേണ്ടി പ്രതികാരം ചെയ്യാൻ വരുന്നത് സുരാജിന്റെ കഥാപാത്രമാകുമോ എന്നാണ് പലരുടെയും സംശയം. ഈയിടെ തമിഴിൽ സജീവമായ സുരാജിന്റെ ഏവരും ഉറ്റുനോക്കുന്ന വേഷമാണ് ജയിലർ 2വിലേത്. ടീസറിൽ ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്ന ഇൻട്രോയും സുരാജിന് ലഭിച്ചു കഴിഞ്ഞു. ഇനി ജയിലർ 2വിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റൊരു ചർച്ചാ വിഷയം മോഹൻലാലിന്റെ ക്യാമിയോ ഉണ്ടോ ഇല്ലയോ എന്നതാണ്. ഉണ്ട് എന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യ ഭാഗത്തിൽ വളരെ ശക്തമായ ഒരു ക്യാമിയോ അപ്പിയറൻസ് ലാലേട്ടൻ നടത്തിയിരുന്നു. അനിരുദ്ധിന്റെ മാസ് ബീജിയത്തിന്റെ അകമ്പടിയോടെയുള്ള മാത്യു എന്ന കഥാപാത്രമായുള്ള മോഹൻലാലിന്റെ വരവ് അന്ന് തിയേറ്റർ ഇളക്കിമറിച്ചിരുന്നു. രണ്ടാം ഭാഗത്തിൽ ആ ഇമ്പാക്റ്റ് ഒട്ടും കുറയാതെ അതുക്കും മേലെ തന്നെ ലാലേട്ടനെ പ്ലേസ് ചെയ്യും എന്നാണ് സൂചന. പിന്നെ എന്തുകൊണ്ട് ടീസറിൽ ലാലേട്ടൻ ഇല്ല എന്നുള്ളത് പലരുടെയും സംശയമാണ്. ക്യാമിയോ ആയി വരുന്ന ആളെ ടീസർ തൊട്ട് കാണിച്ചു തുടങ്ങിയാൽ പിന്നെ എന്ത് എക്സൈറ്റ്മെന്റ് ആണുള്ളത്? അതുകൊണ്ടാകാം. ഒരുപാട് സർപ്രൈസുകൾ നമുക്ക് മുന്നിൽ വയ്ക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് ജയിലർ 2. ഒക്ടോബർ 15-നാണ് ഈ ചിത്രം റിലീസ്. അതുവരെ ഹൈപ്പ് ഉയർത്തുന്ന പല സംഗതികളും നമുക്ക് മുന്നിലെത്തിയേക്കും. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യന്റെ റിയൽ ഷോ ഒക്ടോബർ 15 മുതലും.